ഇതിന്റെ എല്ലാ പ്രൊസീജിയറും KSOT വഴിയായിരുന്നു. അപ്പം ഇന്നലെ ആയിരുന്നു ബ്രെയിൻ ഡെത്തിലേക്കുള്ള ഒരു ഡിക്ലറേഷനിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം വന്നത്. അതിനെ തുടർന്ന് 2 ആപ്നിയ ടെസ്റ്റുകൾ നമ്മൾ നടത്തുകയുണ്ടായി. തുടർന്ന് KSOTയിൽ നമ്മൾ അപ്ലൈ ചെയ്തു. അതുവഴിയാണ് അതിൽ ത്രൂ ആണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തത്, കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ചെയ്തിരിക്കുന്നത്. ബിൽജിത്തിന്റെ ശരീരഭാഗങ്ങൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് ആശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടർമാർ ഇപ്പോൾ വിവരിക്കുകയായിരുന്നു. ഫാദർ പോൾസൺ, ഫാദർ എബിൻ എന്നിവരാണ് മാധ്യമങ്ങളോട് ഇക്കാര്യം വിശദീകരിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഹൃദയം 13-കാരിക്ക്, ബിൽജിത്തിന്റെ ഹൃദയം 13-കാരിക്ക് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഹൃദയം ലിസിയിലേക്ക് കൊണ്ടുപോകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് കൊല്ലം സ്വദേശിനിയായ കുട്ടിയെ വന്ദേ ഭാരത് ട്രെയിനിലാണ് ലിസി ആശുപത്രിയിലേക്ക് എത്തിച്ചത്. തുടർന്നുള്ള പരിശോധനകൾക്ക് ശേഷമായിരിക്കും ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് കുട്ടിയെ വിധേയയാക്കുക എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അതിനുള്ള നടപടിക്രമങ്ങൾ ലിസി ആശുപത്രിയിൽ പുരോഗമിക്കുന്നു എന്നും മനസ്സിലാക്കുകയാണ്. KSOT വഴിയാണ് ഈ അവയവദാനം നടത്തുന്നത് എന്നാണ് ഡയറക്ടർമാർ ഇപ്പോൾ വിശദീകരിച്ചത്. ഉടൻ തന്നെ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ശ്യാംകുമാർ ചേരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ബിൽജിത്തിന്റെ ശരീരഭാഗങ്ങൾ കൊണ്ടുപോകുന്നത് എങ്ങോട്ട് എന്നതിനെക്കുറിച്ചാണ് ആശുപത്രി അസിസ്റ്റന്റ് ഡയറക്ടറുമായ ഫാദർ പോൾസൺ, ഫാദർ എബിൻ എന്നിവർ അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. 18-കാരൻ ആണ് ബിൽജിത്തിന്റെ ശരീരഭാഗങ്ങൾ അവയവങ്ങൾ മറ്റുള്ളവർക്ക് നൽകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ബിൽജിത്തിന്റെ ഹൃദയം നൽകുന്നത് 13-കാരിക്കാണ് എന്നുള്ളതാണ്. ഹൃദയം ലിസിയിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എറണാകുളം ലിസി ആശുപത്രി വീണ്ടും ഒരു ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ഒരുങ്ങുകയാണ്. കൊല്ലം സ്വദേശിയായ 13-കാരിക്കാണ് ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താനൊരുങ്ങുന്നത്. അപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച 18-കാരനായ അങ്കമാലി സ്വദേശി ബിൽജിത്തിന്റെ ഹൃദയമാണ് മാറ്റിവെക്കുക. വിശദ പരിശോധനകൾക്കായി ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറവും സംഘവും അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് എന്നും മനസ്സിലാക്കുന്ന ശ്യാംകുമാറാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശ്യാം, ഇപ്പോൾ ഹൃദയ ഈ 13-കാരിക്കാണ് എന്നതിനെക്കുറിച്ചൊരു വ്യക്തത കൂടി വന്നിരിക്കുകയാണ്. മറ്റവയവങ്ങൾ ആർക്കൊക്കെയെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? പ്രവിത, ബിൽജിത്ത് എന്ന 18 വയസ്സുകാരന്റെ കുടുംബം, ഈ കുടുംബത്തോട് കേരളം ഏറെ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. കാരണം 7 പേരിലൂടെയാണ് ബിൽജിത്ത് ഇനി ജീവിക്കുക. ആ ബിൽജിത്തിന്റെ ആന്തരിക അവയവങ്ങൾ 7 പേർക്ക് പുതുജീവൻ നൽകുമ്പോൾ അതിന്റെ അവസാനഘട്ട ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഈ ആശുപത്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏതൊക്കെ ആശുപത്രിയിലേക്കാണ് ആ അവയവങ്ങൾ കൊണ്ടുപോവുക എന്നുള്ളത് ആശുപത്രിയിലുള്ള വൈദികർ തന്നെ പറയും. ഏതൊക്കെ ആശുപത്രിയിലേക്കാണ് ഈ അവയവങ്ങൾ? നമ്മുടെ ശസ്ത്രക്രിയ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ആദ്യമേ നമ്മളെ ഹൃദയം നമ്മളിപ്പം അലോക്കേറ്റ് ആയിരിക്കുന്നത് നമ്മുടെ ലിസി ഹോസ്പിറ്റലിലേക്കാണ് അലോക്കേഷൻ നടന്നിരിക്കുന്നത്. തുടർന്ന് ഒരു കിഡ്നി നമ്മളെ GMC കോഴിക്കോട് കാലിക്കറ്റിലേക്കാണ് അതിന്റെ അലോക്കേഷൻ വന്നിരിക്കുന്നത്. മറ്റൊരു കിഡ്നി അതിന്റെ ഫസ്റ്റ് അലോക്കേഷൻ വന്നിരിക്കുന്നത് രാജഗിരിയിലേക്കാണ്. അവിടെ ക്രോസ് മാച്ചിങ് അനുസരിച്ചിട്ടാണ് തുടർന്നുള്ള അലോക്കേഷൻ അനുസരിച്ചിട്ട് അതൊന്നെങ്കിൽ അമൃതയിലേക്കോ അല്ലെങ്കിൽ കാരത്താസിലേക്കോ അത് മൂവ് ചെയ്യുക. പിന്നെ നമ്മളുടെ ലിവർ ആൻഡ് ഇൻഡസ്റ്റൈൻ എന്ന രീതിയിൽ അത് അമൃതയിലേക്കാണ് പ്ലാൻ ചെയ്യുന്നത്. ഇനി സംടൈംസ് ഇൻഡസ്റ്റൈൻ നമുക്ക് എടുക്കാൻ പറ്റിയില്ല, ലിവർ മാത്രമാണെങ്കിൽ അത് ആഫ്റ്ററിലേക്ക് ആകാം എന്നുള്ളൊരു വാർത്തയും കൂടി, ഒരു ന്യൂസും കൂടി നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കോർണിയ 2 എടുത്തിരിക്കുന്നത് LF ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ്. നമ്മുടെ ഓഫ്താൽ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഇവിടേക്ക് തന്നെയാണ് കോർണിയ എടുത്തിരിക്കുന്നത്. അത്തരത്തിലാണ് പ്രവിത ഈ ആ 18 വയസ്സുകാരന്റെ ആന്തരിക അവയവങ്ങൾ ഇനി ഒരുപാട് പേരിലൂടെ ഒരുപാട് കാലം ജീവിക്കുക. അതിന്റെ അവസാനഘട്ട ഒരുക്കങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശസ്ത്രക്രിയ നേരത്തെ വൈദികർ പറഞ്ഞ പോലെ 10:45 കൂടിയിട്ടാണ് ആരംഭിച്ചത്. അത് വളരെ വേഗത്തിൽ പൂർത്തീകരിക്കും. 1 മണിക്കൂറിനുള്ളിൽ ഹൃദയം ഇവിടെ നിന്ന് ലിസി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും പങ്കുവെക്കുന്നത്. അവിടെ 13 വയസ്സുകാരിക്ക് ബിൽജിത്തിന്റെ ഹൃദയം ഉപയോഗിച്ച് പൊതുജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയും എല്ലാവരും പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും അതിന്റെ നടപടിക്രമങ്ങൾ എന്താണ് എന്നുള്ളതാണ് വൈദികർ വിശദീകരിച്ചത്. അല്പസമയത്തിനകം കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കിട്ടും. ശസ്ത്രക്രിയ പൂർത്തിയായ ഉടൻ തന്നെ ഇവിടെ നിന്ന് ഈ ആംബുലൻസിലാകും ലിസി ആശുപത്രിയിലേക്ക് ഈ ഹൃദയവുമായി പോവുക. അതിന് അകമ്പടി ആയിട്ട് പോലീസ് സംഘവും ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ പോലീസ് സംഘവും ഈ ആംബുലൻസിൽ വളരെ വേഗത്തിൽ തന്നെ പോകും. ഒരു തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാകാതിരിക്കാനാണ് പോലീസിന്റെ സുരക്ഷയും ഉറപ്പാക്കിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ലിസി ആശുപത്രിയിലേക്ക് ആദ്യം കൊണ്ടുപോകുന്നത് ഈ ഹൃദയമായിരിക്കും. പിന്നീടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മറ്റ് ആശുപത്രികളിലേക്കും ഉൾപ്പെടെ ആന്തരിക അവയവങ്ങൾ കൊണ്ടുപോവുക. ഏതായാലും അതിന്റെ നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലേക്കായിരിക്കുന്നു. ശസ്ത്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. അതോടൊപ്പം മറ്റ് അവയവങ്ങൾ കൂടി മറ്റ് സ്ഥലങ്ങളിലേക്ക്
മാറ്റാനുള്ള നടപടിക്രമങ്ങൾ അതെങ്ങനെയാകും? പ്രവിധ, ഈ അവയവങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള ആശുപത്രികളിൽ നിന്ന് ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടെയുള്ള സംഘം നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു. അവരെല്ലാവരും തന്നെ ആ ശസ്ത്രക്രിയ നടക്കുന്ന ആ മുറിയിലുണ്ട്. അവിടെ നിന്ന് ഒരേ സമയമാണ് ഈ അവയവങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മളോട് ആരോഗ്യ വിദഗ്ധർ തന്നെ പറഞ്ഞത്. നേരത്തെ ഡോക്ടർ ജോസ് പെരീപുറം ഇവിടെ വന്നപ്പോൾ അദ്ദേഹവും സൂചിപ്പിച്ചത് ആദ്യം ആ ഹൃദയം 13 വയസ്സുകാരിക്ക് ഉപയോഗിക്കാനാകുമോ എന്നുള്ളത് പരിശോധിക്കും എന്നുള്ളതാണ്. അതിനുശേഷമാണ് ആ ശസ്ത്രക്രിയ അല്പസമയം മുമ്പ് 10:45 ആരംഭിച്ചത്. ഇവിടെ നിന്ന് ഇതുപോലെ തന്നെ മറ്റ് ആശുപത്രികളിൽ നിന്നുള്ള ആംബുലൻസുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. ശസ്ത്രക്രിയ പൂർത്തിയാകുന്ന മുറയ്ക്ക് ഓരോ ആംബുലൻസുകളും ഈ ആശുപത്രിയുടെ വാതിൽക്കലേക്ക് ഇങ്ങനെ എത്തും. അവിടെ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൃദയ ശസ്ത്രക്രിയ ആയതുകൊണ്ടാണ് പോലീസിന്റെ അകമ്പടിയോടുകൂടി ആ ഹൃദയം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വൃക്കകളും മറ്റ് ആശുപത്രികളിലേക്കുള്ള ആന്തരിക അവയവങ്ങളും അതെല്ലാം ഇവിടെ നിന്ന് ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അതിനുള്ള ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒരേ സമയം തന്നെ ആ ശസ്ത്രക്രിയ അവിടെ നടക്കുകയാണ്. വിവിധ ആശുപത്രികളിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകരും ഡോക്ടർമാരും ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ ഈ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി എത്തിയിരിക്കുന്നത്. ബിൽജിത്ത് എന്ന 18 വയസ്സുകാരൻ ഇനി 7ലധികം പേരിലൂടെ ജീവിക്കുമെന്ന് പറയുമ്പോൾ പുതുജന്മം നൽകുന്നത് 7 പേർക്കാണ്. ഈ മാസം 2-ാം തീയതി ഉണ്ടായ അപകടത്തിലാണ് ബിൽജിത്തിന്റെ ബൈക്ക് നിയന്ത്രണം വിട്ട് കരിയാടി ജംഗ്ഷനിൽ വെച്ച് അപകടം ഉണ്ടാകുന്നത്. തുടർന്ന് ഈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോഴാണ് ബിൽജിത്തിന്റെ മസ്തിഷ്ക മരണം സംഭവിക്കുകയും ആ കുടുംബം ആ 18 വയസ്സ് മാത്രം പ്രായമുള്ള ആ ചെറുപ്പക്കാരന്റെ അവയവങ്ങൾ ഇനി പുതിയ ആളുകളിലൂടെ ജീവിക്കട്ടെ, ബിൽജിത്തിന്റെ ഓർമ്മകൾ നിലനിൽക്കട്ടെ എന്ന് തീരുമാനിക്കുന്നത്. അത്തരത്തിലുള്ള ശസ്ത്രക്രിയയുടെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ ഹൃദയം കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ലിസി ആശുപത്രിയിൽ നിന്നെത്തിയ ആംബുലൻസാണ് ഇവിടെയുള്ളത്. ശസ്ത്രക്രിയ 10:45 ആരംഭിച്ചു എന്ന വിവരമാണ് ഔദ്യോഗികമായി നമുക്ക് ലഭിക്കുന്നത്. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ശ്യാം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി 7 പേരിലൂടെയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.